അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് എഡ്യൂഫേസ് HSM സ്കോളർഷിപ്പ് എക്സാം ഓൺലൈൻ പരിശീലനത്തിൻ്റെ 12ാമത്തെ ക്ലാസ്സിലാണുള്ളത്. 11 ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ആ 11 ക്ലാസ്സുകളും കേട്ട ഒരുപാട് കുട്ടികളുണ്ട്. അതിൽ പലതും കേൾക്കാൻ ബാക്കിയുള്ളവരുണ്ട്. നമ്മുടെ പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 14, ഇനി 10 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ നമ്മൾ പഠനമൊക്കെ ഒരു തീരേണ്ട ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് തന്നെ സിലബസ് നമ്മൾ കവർ ചെയ്ത് തരും. അപ്പോൾ അതിന് ശേഷം കുറച്ച് റിവിഷൻ ടെസ്റ്റൊക്കെ നടത്തി സെറ്റായിട്ട് വേണം എക്സാമിന് പോകാൻ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് 12ാമത്തെ ക്ലാസ്സിലാണ്. 4ാം ക്ലാസ്സിലെ അഖ്ലാഖാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അഖ്ലാഖ് എന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ മിക്കവാറും കുട്ടിക്ക് നല്ലൊരു സമാധാനം സന്തോഷമൊക്കെ ഉണ്ടാവും. കാരണം അധികം പഠിക്കാനൊന്നും ഉണ്ടാവില്ല. അധികം പഠിക്കാനൊന്നും ഇല്ലാത്തൊരു വിഷയമാണ് അഖ്ലാഖ്. അപ്പം മറ്റുള്ള പല വിഷയങ്ങളും 50, 70 ചോദ്യങ്ങളുണ്ടാകുമ്പോൾ 10, 30, 35 ചോദ്യങ്ങൾക്കുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ അഖ്ലാഖ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ തുടങ്ങാം. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ നോക്കാം. ഒന്ന്, സലാം പറയുന്നതിൻ്റെ വിധി എന്താണ്? എല്ലാവർക്കും അറിയുമല്ലോ, സലാം പറയുന്നതിൻ്റെ വിധി എന്താണ്? സുന്നത്താണ് അല്ലേ? സലാം പറയൽ സുന്നത്താണ്. ഇനി സലാം മടക്കുന്നതിൻ്റെ വിധി എന്താണ്? അത് വാജിബാണ്. ഇപ്പോൾ ഒരാളോട് സലാം പറയൽ സുന്നത്താണ്, പക്ഷെ ഒരാൾ നമ്മളോട് സലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് മടക്കൽ എന്താണ്? വാജിബാണ്. സലാം പറയൽ സുന്നത്ത്, മടക്കൽ വാജിബ്. സലാം പറയുമ്പോൾ കൈ പിടിക്കുന്നതിനെ പറയുന്നത് എന്താ? സലാം പറയുമ്പോൾ നമ്മൾ കൈ പിടിക്കും അല്ലേ? ഒരു കൈ പിടിച്ചിട്ടാണല്ലോ സലാം പറയുക അല്ലേ? അപ്പോൾ കൈ പിടിക്കുന്നതിന് പറയുന്ന പേരാണ് മുസ്വാഫഹത്ത്. എന്താണ്? മുസ്വാഫഹത്ത് എന്നാണ് സലാം പറയുമ്പോൾ കൈ പിടിക്കുന്നതിന് പറയുക. അപ്പോൾ എന്താ പറയുക? മുസാഫഹത്ത് ചെയ്യുക. മുസ്വാഫഹത്ത് ചെയ്യുക എന്നാണ് സലാം പറയുമ്പോൾ കൈ പിടിക്കുന്നതിന് പറയുക. അപ്പോൾ അത് മറന്നു പോയിട്ടുണ്ടാവും പല കുട്ടികളും. അപ്പോൾ അതൊന്ന് പഠിച്ചു നോക്കുക. സലാം പറയുമ്പോൾ കൈ പിടിക്കുന്നതിന് മുസാഫഹത്ത് ചെയ്യുക എന്നാണ് പറയുക. ഇനി മുസാഫഹത്ത് സുന്നത്താണ് എപ്പോൾ? സലാം പറയുമ്പോൾ. അപ്പോൾ ഇതിപ്പം നമ്മളിത് പഠിച്ചതുകൊണ്ട് എളുപ്പമായിട്ട് തോന്നും. പക്ഷേ മുസാഫഹത്ത് സുന്നത്താണ് എപ്പോൾ എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? സലാം പറയുമ്പോൾ എന്ന് എഴുതി വെക്കുക. അപ്പം ഇത് നമ്മൾ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതാണ്. ഒരാളോട് നമ്മൾ സലാം പറയുമ്പം കൈ കൊടുത്തിട്ട് മുസാഫഹത്ത് ചെയ്തിട്ട് സലാം പറയാം കേട്ടോ. അപ്പോൾ മുസാഫഹത്ത് സുന്നത്താണ് എപ്പോൾ എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? സലാം പറയുമ്പോൾ. കണ്ണ് വേദനയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്ദർശിച്ച സ്വഹാബി ആരാണ്? സെയ്ദ് ബിനുൽ അർഖം റളിയല്ലാഹു അൻഹു ആണ്. സെയ്ദ് ബിനുൽ അർഖം റളിയല്ലാഹു അൻഹു ആണ് കണ്ണ് വേദനയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിച്ചത്. അപ്പം സെയ്ദ് ബിനുൽ അർഖം റളിയല്ലാഹു അൻഹുവിന് കണ്ണ് വേദനയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിച്ചു എന്ന് മനസ്സിലാക്കുക. ഇനി രോഗികളെ സന്ദർശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്ന ആശ്വാസവാക്ക് എന്താണ്? ലാ ബഅസ തഹൂർ ഇൻഷാ അല്ലാഹ് എന്നാണ്. അപ്പോൾ ഇത് കാണാതെ പഠിക്കുക എന്നതല്ല. ചിലപ്പോൾ 4 ദിക്റുകൾ തരും, 4 ദുആകൾ തരും. അതിലേതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗികളെ സന്ദർശിക്കുമ്പോൾ ചൊല്ലാറുണ്ടായിരുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ എന്താണ്? ലാ ബഅസ തഹൂർ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിൽ തഹൂർ എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ തഹൂറായ വെള്ളമൊക്കെ പഠിച്ച ഫിഖ്ഹുമായി ബന്ധപ്പെട്ട് വുളു എടുക്കുമ്പോൾ ചൊല്ലേണ്ടതോ അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ സംശയിക്കൊന്നും ചെയ്യേണ്ട. ലാ ബഅസ തഹൂർ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാകും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം രോഗികളെ സന്ദർശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്ന വാചകമാണ് ലാ ബഅസ തഹൂർ ഇൻഷാ അല്ലാഹ് എന്നത്. ഇനി നീ ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ മണ്ണ് കൊണ്ടുവരണം. ആരുടെ മാതാവാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവാണ്. അപ്പം ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവാണ് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനോട് എന്ത് പറഞ്ഞത്? നീ ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ മണ്ണ് കൊണ്ടുവരണമെന്ന് പറഞ്ഞത്. അപ്പം നീ ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ മണ്ണ് കൊണ്ടുവരണമെന്ന് പറഞ്ഞത് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവാണ്. ഉമ്മയുടെ കാൽപാദത്തിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് മണ്ണെടുത്ത് ഇതാ സ്വർഗത്തിലെ മണ്ണ് എന്ന് പറഞ്ഞതാരാണ്? ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ആണ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് അല്ലേ? സ്വർഗം മാതാവിൻ്റെ കാൽ ചുവട്ടിലാണ് അല്ലേ? അപ്പം നമ്മുടെ ഉമ്മമാരെയൊക്കെ നന്നായിട്ട് സ്നേഹിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും നമ്മൾ മക്കൾ എന്ത് ചെയ്യണം? തയ്യാറാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ കേട്ടോ. അപ്പം ഉമ്മയുടെ കാൽപാദത്തിൻ്റെ താഴ്ഭാഗത്തു നിന്ന് മണ്ണെടുത്തിട്ട് ഇതാ സ്വർഗത്തിലെ മണ്ണ് എന്ന് പറഞ്ഞതാരാണ്? ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ആണ്.
റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സ്വഗീറ എന്ന് പ്രാർത്ഥിക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ്? മാതാപിതാക്കൾക്ക് വേണ്ടിയാണ്. റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സ്വഗീറ എന്ന് പ്രാർത്ഥിക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ്? മാതാപിതാക്കൾക്ക് വേണ്ടിയാണ്. നമ്മുടെ ഉപ്പയും ഉമ്മയുമായി രക്തബന്ധം ഉള്ളവർ ആരാണ്? കുടുംബക്കാരാണ്. നമ്മുടെ ഉമ്മയും ഉപ്പയുമായിട്ട് രക്തബന്ധം ഉള്ളവർ ആരാണ്? കുടുംബക്കാർ. ഭക്ഷണത്തിൽ വിശാലത, ദീർഘായുസ്, സ്നേഹം വർദ്ധിക്കൽ, ധനം വർദ്ധിക്കൽ എന്നീ നേട്ടങ്ങൾ ലഭിക്കുന്ന ആർക്കാണ്? കുടുംബ ബന്ധം പുലർത്തുന്നവർക്ക്. അപ്പോൾ ഇത് അല്ലാത്തവർക്കും ഉണ്ടാകും. പക്ഷേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുടുംബ ബന്ധം പുലർത്തുന്നവർക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളായിട്ട് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ഇത് ചോദ്യം വന്നാൽ കുടുംബ ബന്ധം പുലർത്തുന്നവർക്ക് എന്ന് എഴുതി വെക്കുക. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഭക്ഷണത്തിൽ വിശാലത, അല്ലെ നല്ല ഭക്ഷണത്തിൽ വിശാലത കിട്ടാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? ഭക്ഷണത്തിലൊക്കെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും വിശാലത നൽകുമാറാവട്ടെ. ഭക്ഷണത്തിനൊക്കെ വേണ്ടി പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. ഗസയിലെ നമ്മുടെ കുരുന്നു മക്കളൊക്കെ ഭക്ഷണത്തിന് വേണ്ടി എത്രയോ പ്രയാസപ്പെടുന്നവരാണ്. അള്ളാഹു അവരുടെയൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായിട്ടും നീക്കി കൊടുക്കുമാറാവട്ടെ. അപ്പോൾ എന്തായാലും ഭക്ഷണത്തിൽ വിശാലത, ദീർഘായുസ്, സ്നേഹം വർദ്ധിക്കൽ, ധനം വർദ്ധിക്കൽ ഇതിനൊക്കെ കാരണമാകും എന്ത്? കുടുംബ ബന്ധം പുലർത്തിയാൽ കേട്ടോ. ഇനി ഓരോ ഭാഗത്തു നിന്നുമുള്ള എത്ര വീട്ടുകാരാണ് അയൽവാസികൾ? 40 വീട്ടുകാരാണ് അല്ലേ? ഓരോ ഭാഗത്തേക്കും 40 വീടുകൾ വരെയാണ് അയൽവാസികൾ എന്ന് പറയുന്നത്. വിരുന്നുകാർക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നത് എത്ര ദിവസമാണ്? 3 ദിവസമാണ്. അപ്പം നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വന്നാൽ 3 ദിവസം വിരുന്നുകാർ എന്ന രീതിയിൽ തന്നെ പ്രത്യേക പരിഗണന അവർക്ക് നൽകണം. പിന്നെ പരിഗണിക്കണ്ട എന്നല്ല, പിന്നെ അവർ വിരുന്നുകാരല്ല, പിന്നെ അവർ വീട്ടുകാരാണ്. അപ്പോൾ വിരുന്നുകാരെ പോലെ നമ്മൾ പരിഗണിക്കേണ്ടത് 3 ദിവസമാണ്. പിന്നെ അവർ നമ്മുടെ വീട്ടുകാരായി. ഇനി ആരാണ് പിശാചിൻ്റെ ചങ്ങാതിമാർ? ധൂർത്തടിക്കുന്നവരാണ് പിശാചിൻ്റെ ചങ്ങാതിമാർ. ധൂർത്തടിക്കുന്നവരാണ് പിശാചിൻ്റെ ചങ്ങാതിമാർ. അനാവശ്യമായി ധനം ചെലവഴിക്കൽ എന്താണ്? ധൂർത്താണ്. അനാവശ്യമായിട്ട് ധനം ചെലവഴിക്കുന്നതിനെയാണ് ധൂർത്ത് എന്ന് പറയാം. അക്രമിയെ സഹായിക്കൽ എങ്ങനെയാണ്? അവനെ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ടാണ്. അക്രമിയെ അക്രമത്തിന് സഹായിക്കാൻ പാടില്ല എന്നറിയാം. പിന്നെ നമുക്ക് അക്രമിയെ സഹായിക്കാൻ പറ്റുന്ന ഒരേ ഒരു രൂപം ഏതാണ്? അവനെ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കലിലൂടെയാണ് അക്രമിയെ നമുക്ക് സഹായിക്കാൻ കഴിയുന്നത്. അന്ത്യനാളിൽ ഇരുളുകളായിരിക്കും എന്ത്? അക്രമം. അന്ത്യനാളിൽ ഇരുളുകളായിരിക്കും അക്രമം അല്ലേ? അല്ലുൽമു ലുലുമാത്തുൻ ഫിയോമിൽ ഖിയാമ അല്ലേ? ഖിയാമത്ത് നാളിൽ ഇരുട്ടായിരിക്കും അല്ലെങ്കിൽ ഇരുളുകളായിരിക്കും എന്ത്? അക്രമം എന്ന് പറയുന്നത്. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്താണ്? ബുദ്ധിയാണ്. ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ബുദ്ധിയാണ്. ഓരോ സാഹചര്യത്തിലും എന്താണ്, എങ്ങനെയാണ് പെരുമാറേണ്ടത്, പറയേണ്ടത് എന്നൊക്കെ ഒരാൾക്ക് മനസ്സിലാകുന്നത് അവൻ്റെ ബുദ്ധി കൊണ്ടാണ്. അതുകൊണ്ട് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം ബുദ്ധി എന്നാണ്. മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നത് എന്താണ്? അത് ലഹരിയാണ്. മനുഷ്യനെ മനുഷ്യനല്ലാതെയാക്കുന്നത്. നമുക്കറിയാം, ഒരാൾക്ക് ലഹരി ബാധിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വകതിരിവോ ബോധമോ ഇല്ലാതെ പലതും അവർ കാട്ടിക്കൂട്ടുന്നുണ്ട്, മൃഗങ്ങളെ പോലെ പെരുമാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നത് എന്താണ്? ലഹരിയാണ്. മദ്യപാനിയുടെ ഇഹലോകത്തെ ശർഈയായ ശിക്ഷ എന്താണ്? 40 അടിയാണ്. മദ്യപാനിയുടെ ഇഹലോകത്തെ ശർഈയായ ശിക്ഷയാണ് 40 അടി എന്നത് ശ്രദ്ധിക്കണം. മദ്യപാനിയുടെ ഇഹലോകത്തുള്ള ശർഈയായ ശിക്ഷ എന്താണ്? 40 അടിയാണ്. ലഹരി പാനീയങ്ങൾ ഉപയോഗിക്കുന്നവനെ അള്ളാഹു കുടിപ്പിക്കുമെന്ന് ദൃഢനിശ്ചയം ചെയ്തത് എന്താണ്? ത്വീനത്തുൽ ഖബാൽ എന്ന് പറയുന്ന ഒരു പാനീയമാണ്. ലഹരി പാനീയങ്ങൾ ഉപയോഗിക്കുന്നവനെ അള്ളാഹു കുടിപ്പിക്കുമെന്ന് അള്ളാഹു തന്നെ ദൃഢനിശ്ചയം ചെയ്തിട്ടുള്ളത്. എന്ത് കുടിപ്പിക്കുമെന്നാണ്? ത്വീനത്തുൽ ഖബാൽ എന്ന് പറയുന്ന നരകത്തിലുള്ള ഒരു പാനീയം ആരെ കുടിപ്പിക്കും? ലഹരി പാനീയങ്ങൾ ഉപയോഗിക്കുന്നവരെ. അപ്പോൾ ത്വീനത്തുൽ ഖബാൽ ആരെയാണ് കുടിപ്പിക്കുക എന്ന് ചോദിച്ചാൽ ലഹരി പാനീയങ്ങൾ ഉപയോഗിക്കുന്നവരെ. ലഹരി പാനീയങ്ങൾ ഉപയോഗിക്കുന്നവരെ എന്ത് കുടിപ്പിക്കുമെന്നാണ് അള്ളാഹു ദൃഢനിശ്ചയം ചെയ്തതെന്ന് ചോദിച്ചാൽ ത്വീനത്തുൽ ഖബാൽ കുടിപ്പിക്കും എന്നതാണ്. അപ്പോൾ അടുത്ത ചോദ്യം എന്താണ് ഈ ത്വീനത്തുൽ ഖബാൽ? ത്വീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് വെന്തൊഴുകുന്ന ദുർജലത്തെയാണ് ത്വീനത്തുൽ ഖബാൽ എന്ന് പറയാം. അത്രയും ഗുരുതരമായിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള ശിക്ഷയാണ് അള്ളാഹു ലഹരി പാനീയങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് നൽകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതിൻ്റെ വഴികളിൽ തന്നെ നിങ്ങൾ ഒരിക്കലും പ്രവേശിക്കാൻ പാടില്ല. നിങ്ങളൊക്കെ കുട്ടികളാണ്, മക്കളാണ്. അതുപോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക, അതുമായി ബന്ധപ്പെട്ട ആളുകൾ, സംശയകരമായിട്ടുള്ള വസ്തുക്കൾ, വ്യക്തികൾ, ഇവരുമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇടപാടുകൾ എന്നൊക്കെ പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കുക. സംശയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ഭയം തോന്നുമ്പോൾ, അതുപോലത്തെ സാഹചര്യങ്ങൾക്ക് അടിമപ്പെടുന്നു അല്ലെങ്കിൽ
അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നൊക്കെ തോന്നുമ്പോൾ മാതാപിതാക്കളോടോ അധ്യാപകരോടൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും അള്ളാഹു അത്തരം സാഹചര്യങ്ങളിൽ നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ എന്തായാലും ലഹരി പാനീയങ്ങൾ ഉപയോഗിക്കുന്നവരെയാണ് നരകത്തിൽ അള്ളാഹു ത്വീനത്തുൽ ഖബാൽ എന്ന് പറയുന്ന നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് വെന്തൊഴുകുന്ന ദുർജലം കുടിപ്പിക്കുന്നത്. തൻ്റെ സഹോദരന് അള്ളാഹു നൽകിയ നിഅമത്ത് നീങ്ങാൻ ആഗ്രഹിക്കലാണ് എന്ത്? ഹസദ് അല്ലെങ്കിൽ അസൂയ എന്ന് പറയുന്നത്. എന്താണ് ഹസദ് അല്ലെങ്കിൽ അസൂയ എന്ന് പറഞ്ഞാൽ തൻ്റെ സഹോദരന് അള്ളാഹു നൽകിയ നിഅമത്ത്, അള്ളാഹു നൽകിയ അനുഗ്രഹം നീങ്ങണം എന്ന് ആഗ്രഹിക്കുന്നതിനെയാണ് ഹസദ് അല്ലെങ്കിൽ അസൂയ എന്ന് പറയുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനതയിലെ അതിസമ്പന്നൻ ആരായിരുന്നു? ഖാറൂനാണ് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനതയിലെ അതിസമ്പന്നൻ ആയിരുന്നത്. അഹങ്കാരം കാരണം ആരെയാണ് അള്ളാഹു കൊട്ടാരം ഉൾപ്പെടെ ഭൂമിയിലേക്ക് താഴ്ത്തിയത്? അത് ഖാറൂനെയാണ്. നമ്മൾ പറഞ്ഞ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനതയിലെ അതിസമ്പന്നനായിരുന്ന ഖാറൂനെയാണ് അള്ളാഹു അഹങ്കാരം കാരണം കൊട്ടാരം ഉൾപ്പെടെ ഭൂമിയിലേക്ക് താഴ്ത്തിയത്. യഥാർത്ഥ അറിവ് ഉണ്ടാക്കും എന്തിനെ? വിനയത്തെ. യഥാർത്ഥ അറിവാണ് നമുക്കുള്ളതെങ്കിൽ അതുകൊണ്ട് നമുക്കൊരു വിനയമാണ് ഉണ്ടാവുക, ഒരിക്കലും നമുക്ക് അതുകൊണ്ട് അഹങ്കാരം ഉണ്ടാകില്ല. അപ്പോൾ വിനയത്തെ ഉണ്ടാക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ യഥാർത്ഥ അറിവ് എന്തിനെ ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ വിനയത്തെ ഉണ്ടാക്കും. സ്വർഗത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതും നരകപ്രവേശനത്തിന് വേഗം കൂട്ടുന്നതുമായ 7 കാര്യങ്ങൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? അസ്സബ്ഉൽ മുബിഖാത്ത്. സ്വർഗത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതും നരകപ്രവേശനത്തിന് വേഗം കൂട്ടുന്നതുമായിട്ടുള്ള 7 കാര്യങ്ങൾ അറിയപ്പെടുന്നതാണ് അസ്സബ്ഉൽ മുബിഖാത്ത് അഥവാ 7 വൻ ദോഷങ്ങൾ എന്ന് പറയുന്നത്. ബനു ഇസ്രായേൽ ശപിക്കപ്പെടാൻ കാരണമായി ഖുർആൻ പറഞ്ഞത് എന്താണ്? ചിലർ അധർമ്മത്തിലേക്ക് നീങ്ങുമ്പോൾ തടയാതിരുന്നത് എന്നതാണ്. അവരിൽപ്പെട്ട പല ആളുകളും അധർമ്മത്തിലേക്ക് നീങ്ങിപ്പോകുന്ന സമയത്ത് അവരെ തടയാൻ ആരും ഉണ്ടായില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ തടഞ്ഞില്ല എന്നതാണ് ബനു ഇസ്രായേൽ ശപിക്കപ്പെടാൻ കാരണമായിട്ട് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഇനി നരകത്തിലെ തീക്കനലാണോ നിങ്ങൾ കയ്യിൽ അണിയുന്നത് എന്ന് നബി തങ്ങൾ ആരോടാണ് ചോദിച്ചത്? സ്വർണ്ണമോതിരം ധരിച്ചയാളോടാണ്. അപ്പം സ്വർണ്ണമോതിരം ധരിച്ചയാളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചോദിച്ചത്? നരകത്തിലെ തീക്കനലാണോ നിങ്ങൾ കയ്യിൽ അണിയുന്നത് എന്ന്. എന്നിട്ട് ആ സ്വഹാബി ആ മോതിരം വലിച്ചെറിയുകയും നബി തങ്ങൾ പോയതിന് ശേഷം അത് എടുത്ത് ധരിക്കാൻ മറ്റൊരാൾ പറഞ്ഞപ്പോൾ ഇനി ഞാൻ അത് എടുക്കുകയില്ല എന്ന് പറയുക ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പുരുഷന്മാർ സ്വർണ്ണം ധരിക്കാൻ പാടില്ല, ഹറാമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്വർണ്ണ മോതിരം ധരിച്ച ആളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചോദിച്ചത്? നരകത്തിലെ തീക്കനലാണോ നിങ്ങൾ കയ്യിൽ അണിയുന്നത് എന്ന് ചോദിച്ചത്. ഈമാനിൻ്റെ ഏറ്റവും താഴ്ന്ന പടിയാണ് എന്ത്? തിന്മയെ ഹൃദയം കൊണ്ട് വെറുക്കൽ. അപ്പോൾ നമുക്കറിയാം മൻ യറാ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി എന്നാണ്. ഒരാൾ ഒരു തിന്മ കണ്ടാൽ അവൻ്റെ കൈ കൊണ്ട് തടയണം. കൈ കൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ നമ്മളൊരു തിന്മയെ കൈ കൊണ്ട് തന്നെ തടയുക. അവരെ പിടിച്ചു വെക്കുകയോ പിന്തിരിപ്പിക്കുകയോ എന്തുമാകാം. അവരെ ആക്രമിക്കുക എന്നതല്ല, നമ്മൾ കൈ കൊണ്ട് തന്നെ അതിനെ തടയുക. അത് കഴിയില്ലെങ്കിൽ പിന്നെ നമ്മൾ വാക്ക് കൊണ്ട് സംസാരിച്ചിട്ട് ആ തിന്മയെ തടയാൻ ശ്രമിക്കുക. അതും കഴിയുന്നില്ല, കൈകൊണ്ട് തടയാൻ കഴിയുന്നില്ല, സംസാരിച്ച് നാവ് കൊണ്ട് തടയാൻ കഴിയുന്നില്ല. പിന്നെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന എന്താണ്? ആ തിന്മയെ ഒന്ന് മനസ്സുകൊണ്ട് വെറുക്കലാണ്. അതെങ്കിലും ചെയ്തിരിക്കണമെന്നാണ്. അത് തന്നെ എന്താണ്? ഇത് ഈമാനിൻ്റെ ഏറ്റവും താഴ്ന്ന പടിയാണ്. അപ്പം അതും ചെയ്യാതെ ഒരു തിന്മ കാണുമ്പം കൈ കൊണ്ട് തടയാൻ പറ്റുന്നില്ല ആയിക്കോട്ടെ, പറയാൻ പറ്റുമോ? അതും കഴിയുന്നില്ല. എന്നാൽ ഹൃദയം കൊണ്ട് ആ തിന്മയെ ഒന്ന് വെറുക്കുകയെങ്കിലും നമ്മൾ ചെയ്യണം. അത് തന്നെ ദീനിൻ്റെ ഏറ്റവും താഴ്ന്ന പടിയാണ്. അതുപോലും ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അപ്പോൾ ഈമാനിൻ്റെ ഏറ്റവും താഴ്ന്ന പടിയാണ് എന്ത്? തിന്മയെ ഹൃദയം കൊണ്ട് വെറുക്കൽ. അതല്ലാതെ തിന്മയെ ഹൃദയം കൊണ്ട് വെറുക്കാൻ പാടില്ല, അത് താഴ്ന്നതാണ് എന്ന് മനസ്സിലാക്കരുത്. കൈ കൊണ്ട് തടയുക, അല്ലെങ്കിൽ നാവ് കൊണ്ട് തടയുക. അതും കഴിയുന്നില്ലെങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും തടയുക. ഹൃദയം കൊണ്ട് അഥവാ നാവ് കൊണ്ടും കൈ കൊണ്ടും തടയാൻ പറ്റാതെ ഹൃദയം കൊണ്ട് മാത്രം തടയുക എന്നത് ഏറ്റവും താഴ്ന്ന പടിയാണ്. നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്തവർ ജീവനുള്ള മൃതദേഹങ്ങൾ ആണെന്ന് പറഞ്ഞതാരാണ്? അത് ഹുദൈഫ റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്. ഹുദൈഫ റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞത്? നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്തവർ ജീവനുള്ള മൃതദേഹങ്ങൾക്ക് തുല്യമാണ് എന്നാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 4ാമത്തെ ക്ലാസ്സിലെ അഖ്ലാഖിൽ നമുക്ക് പഠിക്കാനുള്ളത്. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രയും കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.